നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് എത്ര പണം ഉണ്ടാക്കിയാലും പോരാ പോരാ, ഇനിയും ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയാണ്. ഒരിക്കലൊരു ഓറഞ്ച് വിൽക്കുന്ന കടയിൽ ഒരു കുട്ടി ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഓറഞ്ച് വേണം. ആ കടക്കാരൻ അവനൊരു ഓറഞ്ച് കൊടുത്തു. അവനത് തൊലി കളഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടക്കാരൻ വീണ്ടും ഒരു ഓറഞ്ച് കൂടി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവന് വലിയ സന്തോഷമായി. ഒന്ന് ചോദിച്ചപ്പോൾ രണ്ട് കിട്ടിയതിൻ്റെ സന്തോഷം. അങ്ങനെ അവനത് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കടക്കാരൻ വീണ്ടും ഒരു ഓറഞ്ച് കൂടി അവൻ്റെ നേരെ നീട്ടിയപ്പോൾ അവൻ ആകെ ധർമ്മസങ്കടത്തിലായി. അത് വാങ്ങിയാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ഓറഞ്ച് രണ്ടും താഴെ പോകുവാൻ സാധ്യതയുണ്ട്. അവൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഇതുപോലെയാണ് പ്രിയരെ സമ്പത്തുണ്ടാക്കി മതിവരാത്തവരുടെയും അവസ്ഥ. അവരുണ്ടാക്കിയ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും അതിനെ മാത്രം ഓർത്തുകൊണ്ടും ആശങ്കയോടെയാണ് അവർ ജീവിക്കുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് പണം ചെരുപ്പ് പോലെയാണ്. അത് വലുതായാലും ചെറുതായാലും പ്രശ്നമാണ്. ആന കരിമ്പ് തിന്നുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നിന്ന് ഒരു കഷണം താഴെ പോയാൽ ആനയ്ക്കൊന്നും പറ്റാനില്ല. പക്ഷേ ആ താഴെ പോകുന്ന ചെറു കഷണം അത് ഉറുമ്പും കൂട്ടത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ആ ഉറുമ്പുകളുടെ കൂട്ടങ്ങൾക്ക് മുഴുവൻ ആഹാരമായി തീരും. എന്നതുപോലെയാണ് പണം ഒരാളുടെ കയ്യിൽ തന്നെ സമ്പാദിച്ച് വെച്ചാലത്തെ കുഴപ്പം. അത് അല്പമെങ്കിലും അത് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ ചെല്ലുമ്പോൾ എത്ര പ്രയോജനമായിരിക്കും. ബൈബിളിലൊരു വാക്യമുണ്ട്, മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ നഷ്ടമായാൽ നീ സമ്പാദിച്ചു വെച്ചതെല്ലാം ആർക്കാണ് എന്നൊരു വാക്യമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.